ഇത് ഞാൻ വരച്ച കുറച്ച് പടങ്ങളാണ്. ഡാൻസിൻ്റെ ഒപ്പം എനിക്ക് പടങ്ങളൊക്കെ വരയ്ക്കാൻ ഇഷ്ടമാണ്. ഞാൻ ഷിലോങ്ങിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ ഹസ്ബൻഡും അവിടെയാണ്. മോളെ ഡാൻസ് പഠിപ്പിക്കാൻ തന്നെ ഞങ്ങൾ കൊട്ടാരക്കരയിലേക്ക് വന്നതാണ്. കലയോട് ഇനി ഇതൊന്നും അറിഞ്ഞതേയില്ലേ പൊന്നാര പൂങ്കുയിലേ. ഹായ്, നമസ്കാരം. വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് കൊട്ടാരക്കരയിൽ നവോദയ സ്കൂളിലാണ് നിൽക്കുന്നത്. ലൈവ് വീഡിയോസുകളിട്ട് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയ ഒരു കൊച്ചു മിടുക്കിയെ കാണാനാണ്. ആ കൊച്ചു മിടുക്കി നമ്മളോടുണ്ട്. മോളുടെ പേരെന്തുവാണ്? എൻ്റെ പേര് അൻഷിക നായർ. അൻഷിക നായർ. എവിടെയാണ് പഠിക്കുന്നത്? ഏത് സ്കൂളിലാണ്? എം ജി എം സ്കൂളിലാണ് പഠിക്കുന്നത്. നമുക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയെന്ന് അറിഞ്ഞ് വന്നതാണ് ഞങ്ങൾ. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ഡാൻസ് കളിച്ചൊന്ന് കാണിക്കണം. ലൈവ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഡാൻസ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഈ ലൈവ് വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാൻസ് വീഡിയോ ആണ് ലൈവ് ചെയ്തിരിക്കുന്നത്. എത്ര വീഡിയോ ചെയ്തപ്പോഴാണ് ഇന്ത്യ? 100-ലധികം ചെയ്തിട്ടുണ്ട്. അത് ലൈവായിട്ട് ചെയ്തതാണോ അതോ നമ്മൾ റെക്കോർഡ് ചെയ്തെടുത്തതാണോ? ലൈവായിട്ട് ചെയ്തതാ. ലൈവായിട്ട് ചെയ്തിട്ട് ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്തത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിന്? ഈ ലൈവുകളൊക്കെ ഞാൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ ഇമെയിലിൽ അയച്ചിട്ട് കിട്ടിയതാണ്. എത്ര നാളായി ഇത് കിട്ടിയിട്ട്? ഇത് 1 വീക്കായി. 1 വീക്കായതേ ഉള്ളൂ. വളരെ സന്തോഷമുണ്ടോ? വളരെ സന്തോഷം. സ്കൂൾ 6-ാം തീയതി തുറക്കത്തേ ഉള്ളൂ. അത് സ്കൂളിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടാണോ? നല്ല സപ്പോർട്ടാ. ഞാൻ കുറെ സ്റ്റേജ് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്, റെസിറ്റേഷൻസും സ്പീച്ചുകളും ഒക്കെ ചെയ്തിട്ട് കുറെ ട്രോഫീസുകളും കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ കൂടെ ഡാൻസ് അല്ലാതെ സ്പീച്ചസും ഉണ്ട് അല്ലേ? സ്പീച്ചസും ഡ്രോയിങ്. അതിനെല്ലാം ഫസ്റ്റ് ആണോ? ചിലതിനൊക്കെ ഫസ്റ്റ്, സ്പീച്ചും റെസിറ്റേഷനും ഫസ്റ്റ് തന്നെയാണ്. ഡ്രോയിങ്സിനൊക്കെ സെക്കൻഡും തേർഡും. എനിക്ക് ഈ വീടുകളും ഇങ്ങനെ പൂമ്പാറ്റകളും പൂക്കളും അങ്ങനെ വരയ്ക്കാൻ ഇഷ്ടമാണ്. എൻ്റെ കുട്ടീനെ ജവഹർലാൽ നെഹ്റുവിന്റെ ബർത്ത്ഡേക്ക് ഒരു സ്പീച്ച് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ടീച്ചേഴ്സ് ഡേന്റെ ഒരു സ്പീച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്റർനാഷണൽ ഡാൻസ് ഡേയുടെ സ്പീച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറെ സ്പീച്ചുകൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അൻഷികയുടെ അമ്മയാണ്. മോൾ ബേസിക്കലി ഒരു ഡാൻസറാണ്. പിന്നെ എല്ലാ പ്രോഗ്രാമുകളും സ്കൂളിലെ എല്ലാ കോമ്പറ്റീഷൻസിനും മോൾ ചേരാറുണ്ട്. റെസിറ്റേഷൻ, സ്പീച്ച്, അങ്ങനെ എല്ലാ കോമ്പറ്റീഷൻസിനും മോൾക്ക് അതിനെല്ലാം പ്രൈസസ് കിട്ടാറുണ്ട്. മോള് ഡാൻസ് പഠിക്കുന്നുണ്ട്. ഡാൻസ് മാസ്റ്റർ മോളെ പഠിപ്പിക്കുന്നത് ദീപ എന്ന് പറഞ്ഞിട്ട് ദീപ ടീച്ചറാണ്. ദീപ കലാക്ഷേത്രയിലെ ടീച്ചറാണ്. പിന്നെ മോള് ഓട്ടൻതുള്ളൽ പഠിക്കുന്നുണ്ട്. വിഷ്ണു കലാമണ്ഡലം എന്ന് പറഞ്ഞ സാറാണ് മോളെ ഓട്ടൻതുള്ളൽ പഠിപ്പിക്കുന്നത്. പിന്നെ ഡ്രോയിങ്സ് ഒക്കെ മോള് യൂട്യൂബ് വീഡിയോസ് കണ്ടാണ് എന്ന് വെച്ചാൽ ഷീ ഡ്രോസ് വെൽ ഓൾസോ.
പിന്നെ റെസിറ്റേഷൻ എല്ലാം നമ്മൾ എഴുതി കിടക്കുന്നെല്ലാം അതേപടി പഠിച്ച് ഫസ്റ്റ് മേടിക്കുന്നവിടെ വരെ അവൾ അതിന് കോമ്പീറ്റ് ചെയ്യാൻ അവൾ ഭയങ്കര മിടുക്കിയാണ് എല്ലാത്തിലും. അതുപോലെ തന്നെ ഡാൻസിലും എല്ലാ കോമ്പറ്റീഷൻസിലും അവൾ കൂടും. പിന്നെ അവൾ ഒത്തിരി ലൈവ് വീഡിയോസ് ചെയ്തിരുന്നു കുറേ ഫേസ്ബുക്ക് പേജുകളിൽ. ആ വീഡിയോസും പിന്നെ മോൾക്ക് അമ്പലങ്ങളിൽ അതുപോലെ സ്കൂളിൽ സ്റ്റേജ് പ്രോഗ്രാമിൻ്റെ വീഡിയോസ് അതെല്ലാമാണ് നമ്മൾ അയച്ചു കൊടുത്തത് അവർക്ക്. മോൾക്ക് ഫസ്റ്റ് കിട്ടിയ റെസിറ്റേഷൻ കോമ്പറ്റീഷൻസിൻ്റെ വീഡിയോസ്, സ്പീച്ച് കോമ്പറ്റീഷൻ്റെ വീഡിയോസ്, അങ്ങനെ അതെല്ലാം അയച്ചു കൊടുത്തതിൽ നിന്ന് മോളെ സെലക്ട് ആക്കിയത് ഈ ഒരു ഡാൻസ് വീഡിയോസിൽ തന്നെയാണ്. ഡാൻസ് ലൈവ് വീഡിയോസ് ചെയ്തതിനാണ് മോൾക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടിയത്. ഇനിയും അവള് ഒത്തിരി ഡാൻസ് പഠിപ്പിക്കണം, പിന്നെ ഒത്തിരി കലകൾ പഠിപ്പിക്കണം, കഴിയുന്നിടത്തോളം പഠിപ്പിക്കണം എന്നാണ് ഞങ്ങൾ ഓർക്കുന്നത്. ആക്ച്വലി ഞാൻ ഷിലോങ്ങിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, എൻ്റെ ഹസ്ബൻഡും അവിടെയാണ്. മോളെ ഡാൻസ് പഠിപ്പിക്കാൻ തന്നെ ഞങ്ങൾ കൊട്ടാരക്കരയിലേക്ക് വന്നതാണ്. കലയോട് അത്രയും താല്പര്യമുള്ള ഒരു സ്ഥലമാണ് ഇതെന്ന് നമ്മൾ അവിടെ വെച്ച് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൊട്ടാരക്കരയിൽ വന്നതാണ്. അതുപോലെ മോള് പഠിക്കുന്ന സ്കൂൾ MGM സ്കൂൾ കൊട്ടാരക്കരയാണ്. അവിടുത്തെ ടീച്ചേഴ്സ് എല്ലാം മോളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മോളുടെ എല്ലാ ഉയർച്ചകളിലും അവരും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡും. അപ്പം എല്ലാവരോടും മോളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒത്തിരി താങ്ക് യു സോ മച്ച്. Silhouettes of you are like a taunt. Never really know just what you want. With you I don't ever feel calm. I can feel the sweat inside my palms. Play with me like cats and a string. You don't understand the pain it brings. You don't ever wanna give me wings. You don't ever wanna set me free. You know I'm addicted to you, and it's twisted, you've been gifted with the evil voodoo. Got me coming back for more, even when I've been screwed. Dolls full of pins, pierce my heart straight through. I got issues in my head, I like you in my bed, but you keep me on red. Oh, everything is like a test, I better not text or I'll come off desperate. But if I lay down and I play dead and I stay dead, baby you'll get sick of being the monster out of my head, under my bed, think you're something out of my nightmares, standing right there. But if I lay down and I play dead and I stay dead, then will you get bored of killing me? So if I play dead, will you regret everything that you did, that you said? I don't think you understand what you're doing, and my heart's black and blue from the bruising. I feel like when I'm with you I'm losing. I feel like you think that this amusing, sitting there gaslighting and confusing. Was it me, is it me, am I deluded? ഇത് ഞാൻ വരച്ച കുറച്ച് പടങ്ങളാണ്. ഡാൻസിൻ്റെ ഒപ്പം എനിക്ക് പടങ്ങളൊക്കെ വരയ്ക്കാൻ ഇഷ്ടമാണ്. ഇത് ഞാൻ വരച്ചാണ്. പിന്നെ ഇത് കുഞ്ഞു കുഞ്ഞു ആർട്ട് പീസസും കുറേ പിക്ചേഴ്സ് വരച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പവും ഞാൻ ഇച്ചിരി പാട്ടൊക്കെ പാടും. ഇത് ബ്ലോസം ട്രീ. ഇത് ഉണ്ടായ ചേട്ടന്, ഇത് ഞാനും. ഇത് 2 ബേർഡ്സ്. തേനുണ്ടോടി അമ്പിളി ചന്തം, തേനുണ്ടോടി താമരച്ചന്തം, തേനുണ്ടോടി മാറിവിൽ ചന്തം, തേനുണ്ടോടി മാമഴച്ചന്തം. കമ്മലിട്ടോ പൊട്ട് തട്ടോ ഇനിതൊന്നും അറിഞ്ഞതേയില്ലേ പൊന്നാര പൂങ്കുയിലേ. ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ പുഞ്ചിരിയൊന്നു മാത്രം. മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. കൃഷ്ണ തുളസി കതിർത്തുമ്പോൾ
बसी करे तुम